നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ലൈവായിട്ട് വന്നത് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം ആന്ധ്രാപ്രദേശിലുള്ള ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് വീഡിയോ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ തടസ്സങ്ങളൊക്കെ നേരിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകൾ പ്രിയപ്പെട്ടവർക്ക് കേൾക്കാം. ലോട്ടറി ഭാഗ്യം കേൾക്കാം. മറ്റു പല കാര്യങ്ങളൊക്കെ ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ജനനത്തീയതിയും ജനിച്ച സമയമുള്ളവർ 7306038152 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ വിഷയങ്ങൾ ചാർട്ട് തയ്യാറാക്കി നോക്കി എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഇപ്പോഴുള്ള നേട്ടം എത്ര കാലം നിലനിൽക്കും, പിന്നീട് വലിയ പരാജയത്തിലേക്കൊക്കെ പോകുമോ, ഇപ്പോൾ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാരും ജ്യോതിഷത്തെ തിരയത്തില്ല, അന്വേഷിക്കത്തില്ല, പിന്നീട് തകർച്ച വരുമ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നേട്ടങ്ങളുള്ളവർ ഈ നേട്ടങ്ങളൊക്കെ എത്ര നാളത്തേനൊക്കെ പോകും എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസ തടസ്സം, വിവാഹ തടസ്സം, പിന്നെ ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലായ്മ, അതായത് ഇത്രയും വർഷങ്ങളൊന്നും ജീവിതത്തിൽ എന്തുകൊണ്ട് അഭിവൃദ്ധി ഇല്ലാത്തത്, അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ തടസ്സം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, കുട്ടികളില്ലാത്ത പ്രശ്നം, ഇതെല്ലാം ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കി പരിഹരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ ഞാനിപ്പോൾ പറഞ്ഞു തന്ന 7306038152 എന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ദക്ഷിണയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യും. എല്ലാവരും വീഡിയോ കാണുക. 6000-7000 പേരൊക്കെ ദിവസവും വീഡിയോ കാണുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ലൈവിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയോടനുബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നതിനോടനുബന്ധിച്ച് 2025 ജൂലൈ മാസം 30 ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകൾ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ എല്ലാവരും കേൾക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനോട് അനുഗ്രഹമൊക്കെ ചോദിച്ചു വാങ്ങിക്കുക. ഞാൻ എല്ലാവർക്കും വേണ്ടി മഹാദേവന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. വീഡിയോ കേൾക്കണം. ഓക്കെ. 2025 ജൂലൈ മാസം 30 ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200 ആണ്ട് കർക്കിടക മാസം 14 തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 8 തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:17, അസ്തമയം വൈകുന്നേരം 6:40. ഉദയാൽപരം തിഥി ഷഷ്ടി തിഥിയാണ്. ഷഷ്ടി തിഥി വ്യാഴാഴ്ച പുലർച്ചെ 2:43 വരെ ഉണ്ടായിരിക്കും. 2:43 AM എന്ന് പറയുന്ന സമയം വരെയും ഷഷ്ടി തിഥി ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 7:29 അവസാനിക്കുന്നത് ബുധനാഴ്ച രാത്രി 9:55 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്രത്തിന്റെ സമയം ഒന്നുകൂടി പറഞ്ഞുതരാം. ചൊവ്വാഴ്ച രാത്രി 7:29 മുതൽ ബുധനാഴ്ച രാത്രി 9:55 വരെയാണ് അത്തം നക്ഷത്ര സമയം. അപ്പോൾ ബുധനാഴ്ച ദിവസം അത്തം നക്ഷത്രമാണ് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് കുറെ നാളുകാർക്ക് നേട്ടങ്ങൾ, നല്ല അനുഭവങ്ങൾ, കാര്യവിജയം, ധനനേട്ടം, ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കുറച്ച് നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വരും. കുറെ നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ വരും. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം മകം, ഉത്രം, പൂയം, ഉത്രാടം, തിരുവോണം, രോഹിണി, മകേരം, ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അവർക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. നല്ല അനുഭവങ്ങൾ തന്നെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ജീവിതത്തിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ ബുധനാഴ്ച ദിവസം അത്തം നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് മൂലം, പൂരം, ആയില്യം, പുണർദം, അതുപോലെ തന്നെ കുംഭക്കുറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി 3/4 നാളുകാർക്ക്, അതുപോലെ തന്നെ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1/4 നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാളുകാരൊക്കെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞു വെക്കുക. ഇനി ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:47 മുതൽ 10:47 വരെയുള്ള സമയം ശുഭസമയമാണ്.
വീണ്ടും ഉച്ചയ്ക്ക് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:47 മുതൽ 4:47 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 30 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് സംഖ്യാശാസ്ത്ര പ്രകാരം വന്നു ചേരുക. സംഖ്യാശാസ്ത്രത്തിന്റെ അഭിപ്രായ പ്രകാരം ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യത. അതിന് പരിഹാരം പറയുന്നത് തവിട്ട് നിറം, വയലറ്റ് നിറം, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളൊന്നും വന്നു ചേരത്തില്ല, അനുകൂലമായ അനുഭവങ്ങളെ വന്നു ചേരത്തുള്ളൂ. ഇനി പേരിൽ അക്ഷരങ്ങളില്ലെങ്കിൽ സാമാന്യ നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്ന് ജീവിതത്തെ തകർത്ത് കളയത്തില്ല എന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ചെയ്യേണ്ട കാര്യം തവിട്ട് നിറം, വയലറ്റ് നിറം, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണം. പേരിൽ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും ഈ നിറത്തിന്റെ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരോട് സംഖ്യാശാസ്ത്രം പറയുന്നത്. ഇനി ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ധനപരമായിട്ടുള്ള നേട്ടം ഈ ബുധനാഴ്ച ദിവസം വന്നു ചേരുന്നത് ഉത്രം, അശ്വതി, രോഹിണി, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, ഉണർതം, മകം, അത്തം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലൊക്കെ വിജയിക്കുന്ന ദിവസമാണ്. ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിതം വിജയിക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഉത്രം, അശ്വതി, രോഹിണി, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, പുണർതം, മകം, അത്തം ഇത്രയും നാളുകാർ ധനം വെച്ചുള്ള ഏത് കാര്യം കൈകാര്യം ചെയ്താലും വിജയിക്കുന്ന ദിവസമാണ്. ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിന്, ധനനേട്ടത്തിനൊക്കെ ഇടയാവുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ, അതുമൂലം അവരുടെ ജീവിതത്തിൽ ധനനേട്ടം, കാര്യവിജയം, ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.